എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏജ് ഓഫ് മാഡ്നസ്. അറിയാം എന്താണ് ഇപ്പോൾ പറയുന്നത്, നമുക്കറിയാം. അതായത് ഇതിന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഇവർ വീണ്ടും പ്രമേയം കിട്ടും. ഇവർക്ക് ഇത് തന്നെ പണിയെന്ന് ചോദിക്കും. സ്വാഭാവികം പിന്നല്ല. അതായത് നമ്മളെപ്പോഴും ഇങ്ങനെയാണ്, ഒരു സിനിമ ആഘോഷിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആഘോഷം നമ്മൾ ഒരിക്കലും മുടക്കാറില്ല, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. സംഭവം സിനിമ വരുന്നതിന് മുന്നേ നമ്മളെ ആഘോഷം തുടങ്ങും. അതിന് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് എന്താണെന്നുള്ളത് വരിക. അതായത് ഇനി തുടരണോ. അതെ, സിനിമ മോശമാണെങ്കിൽ നമ്മൾ അത് അവിടെ തീർന്നു. സിനിമ നല്ലതാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പം അത് ആ ഒരു കൂട്ടത്തിൽ വിചാരിച്ചാൽ മതി. ഭ്രമയുഗം എന്താ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയാൻ ഒരുപാടുണ്ട്. അതായത് എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും മതിയാവില്ല. അതാണ് പ്രമേയുഗത്തിൻ്റെ പ്രത്യേകത. പിന്നെ മറ്റൊന്ന്, അതായത് നിങ്ങൾക്ക് നല്ല റീച്ചല്ലേ, അതിനല്ലേ എന്ന് ചോദിക്കും. റീച്ചുണ്ട്, മാത്രമല്ല നമ്മൾ മാത്രമല്ല, ഇപ്പോൾ എവിടെ നോക്കിയാലും പ്രമേയം. എന്താ കാരണം? അതെല്ലാവരും അതിനെക്കുറിച്ച് അറിയാനും കേൾക്കാനും അങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളവരും കൂടുതലുണ്ടാവും, അതിനെക്കുറിച്ച് പറയാനും കൂടുതൽ ആൾക്കാരുണ്ടാവും. ഒരു ഹലോ, അപ്പോൾ പറയാനും കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട്, അതായത് ഇങ്ങനെയുള്ള സിനിമകൾ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അത് മലയാള സിനിമയുടെ പെരുമ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് കാണിക്കാൻ ഇതിലൂടെ പറ്റും, മറ്റുള്ളവർ അറിയുമല്ലോ. അതെ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിനിമ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്ന സാധനം. ഇപ്പം ഇനിയിപ്പോൾ മമ്മൂക്കയുടെ കാരിയറിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ വരുമെന്ന് പോലും നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പം ഇത് സംഭവിക്കുന്നത് അതൊരു വലിയ വിജയമായി മാറുമ്പോൾ അതിൻ്റെ കൂടെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മളിപ്പോഴും അതിന് ഇഷ്ടം പോലെ ഇനിയുണ്ട് കേട്ടോ, അടുത്ത വീഡിയോയിലും വരും. കാരണം ഒരുപാട് പറയാനുണ്ട്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിലും ഉണ്ടാവും. നമുക്ക് കണ്ടന്റ് കിട്ടുന്നത് കൊണ്ടാണല്ലോ ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത്. അതെ, അപ്പോൾ കണ്ടന്റ് വരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം കണ്ടന്റ് ഉണ്ട്. എന്തായാലും PK ട്രോൾസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, രാക്ഷസ നടികർ മമ്മൂക്ക. കാണാം. കാലം എന്തൊരരസികന, വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പരിണി തന്നെയാ നല്ലത്. That was the best acting I've ever seen in my whole life. സത്യം. വ്യത്യസ്ത കഥാപാത്രങ്ങൾ തേടിയുള്ള മമ്മൂക്കയുടെ യാത്ര തുടരുമ്പോൾ ആരാധകരെ പോലെ സിനിമാ പ്രേമികളും ഒന്നടങ്കം ആവേശത്തിലാണ്. ഇപ്പോഴത്തെ നിലവിലെ ഒരു യാത്രയിൽ പലതരം കഥകൾ കേട്ട് കഥാപാത്രങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നതും ചെയ്യാന്ന് പറയാൻ പറ്റാത്ത ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നിങ്ങൾ മരണമാസാട്ടോ. ഒരു പരീക്ഷണ ചിത്രമെന്ന നിലയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലെത്തിയ പ്രമയുഗം പ്രേക്ഷകരെ സമ്പൂർണമായി തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ഇങ്ങനത്തെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. അടിപൊളിയായിരുന്നു. സൂപ്പർ. കൊള്ളാം. മമ്മൂട്ടി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത് ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഇനി ഇതേപോലത്തെ മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയട്ടെ. മമ്മൂട്ടി എന്ന നടനിലെ മറ്റൊരു ഗംഭീര പ്രകടനമാണ് പ്രമയുഗം എന്ന രാഹുൽ സദാശിവന്റെ ഹൊറർ ത്രില്ലറിലൂടെ ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളാണ് പുലി. മമ്മൂട്ടിയുടെ രൂപഭാവ വിസ്മയം തിരശ്ശീലയിൽ തകർത്താടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രമയുഗം തരംഗമായി മാറുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞത് പോത്തിന്റെ ചെവിട്ട് വീണ വായിച്ചിട്ട് കാര്യമില്ല. ചിത്രത്തിൽ അർജുൻ അശോകന്റെ പ്രകടനത്തിനും വലിയ കയ്യടി കിട്ടുന്നുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയി. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അർജുൻ അശോകന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പൊതുവെയുള്ള അഭിപ്രായം. ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ, ഒരു പഴം എടുക്കട്ടെ, ഒന്നുപോലെ കൈ ഇങ്ങടാ കലക്കി പറഞ്ഞാ പോലെ കലക്കി. ഇത്രയും ലോകങ്ങളുള്ള താൻ മണ്ടത്തര കാണിച്ചത്. Meanwhile,
എന്താ കഥ നിന്നെ നാം മറക്കേ പരുതനൊക്കെ എന്റെ ദൈവമേ എന്റെ കൂടെ കാത്തു വരാ രാക്ഷസി പാടി നടന്ന മനുഷ്യനാണ് ഈ സിനിമയിൽ അർമാദിച്ചിട്ട് പോയത്. ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത്ര കാഷ്വലായിട്ട് എങ്ങനെയാണ് അഭിനയിക്കണം? ഇങ്ങനെ ഇത് സാർ ഇതൊക്കെ എനിക്ക് ചുമ്മാ സില്ലി ജൂജുബി മാറ്റർ എന്ന് പറഞ്ഞിട്ട് ചെയ്യൂല നമ്മള്. ഈ തിരിച്ചുവരവിനൊരു തിരിച്ചുപോക്കുണ്ടാവരുത്. There is no going back from this comeback. All the best. എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും நல்ல அபிப்பிராயம் கிட்டனது. பிரமயுகம் மம்முட்டி சார் படம் பார்த்துட்டு வரேன். படம் உண்மையிலேயே சூப்பராக இருந்துச்சு, நல்லா இருந்துச்சு. எப்பவுமே மம்முட்டி ஒரு ஹீரோவாக பார்த்துருக்கோம், ஆனால் வந்து வில்லனாக பார்க்கறது கொஞ்சம் நல்லா இருந்துச்சு. வேறு லெவல் ஆக்டிங்கு, எல்லாரும் வந்து பார்க்கலாம். பிளாக் அண்ட் ஒயிட்னு சொல்ல முடியாது, கலர்லெஸ், பட் வந்து சூப்பராக இருந்துச்சு. மம்முட்டி எப்படி பண்ணியிருக்காரு? நல்லா பண்ணியிருக்கான், சூப்பராக பண்ணியிருக்கான். ஒரு பயங்கரமாக ஆக்ட் பண்ணியிருக்காரு. இந்த படத்தில் ஒரு டோட்டலி டிஃப்ரெண்ட் மம்முட்டி நமக்கு பின்னிருக்கார், வச்சிருக்கார், சான்ஸே இல்லை. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു നിർബന്ധ ബുദ്ധികളും കിട്ടും. ഇപ്പൊ നമ്മള് സയൻസ് ഫിക്ഷൻ പോയി പറഞ്ഞാലും ആ ജോണറിൽ അത് നന്നായി അത്ര ഉള്ളു കുടിക്കുന്നുണ്ട്. സയൻസ് ഫിക്ഷൻ പടം നമുക്ക് ചെയ്യും, പിന്നെ ആ ജോണറിൽ അത് നന്നായിരിക്കണം. കഴിഞ്ഞല്ലേ? ഓ എനിക്കിത് കണ്ടപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. പറഞ്ഞോ. ഒന്ന്, ഇതിലെ ആദ്യത്തെ ഡയലോഗ്, കാലത്തെ പോലെ അരസികനായിട്ടുള്ള മറ്റൊന്നില്ല എന്നുള്ളത്. അതെ, സത്യമാണ്. അതായത് 400-something സിനിമകൾ ചെയ്തു, ഇത്രയും കാലം കാലത്തിരിക്കേണ്ടൊന്നുമില്ല ഇങ്ങനെ ഒരു ഐറ്റം കിട്ടാൻ. അതൊരു സത്യം. അപ്പോൾ കാലം, അതെ, സിനിമയുടെ മെയിൻ പ്ലോട്ടുകളിൽ ഒന്ന് അത് തന്നെയാണ് കേട്ടോ, കാലം. അതായത് അതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞ സാധനം കാലാണ്, പറയുന്ന സംഭവം മറ്റൊന്നാണ്. അത് നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനമാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. ഇനി രണ്ട്, അർജുന അശോകൻ്റെ കഥാപാത്രത്തിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത് അറിയാലോ. ഒരു സെക്കൻഡ് ഭാഗത്തേക്കുള്ള ലീഡ് വേണമെങ്കിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ആൾറെഡി വന്നു കഴിഞ്ഞു ശരിക്കും. ഏതാ പടം എന്നറിയോ? രോമാഞ്ചം. ഇതിൽ നിന്ന് ആൾക്ക് കിട്ടിയതിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ആള് പ്രാന്തനെ പോലെ അവിടെ നടക്കുന്നത്. രോമാഞ്ചം എന്റെ മോനെ സത്യം കേട്ടോ, ശരിക്കും രോമാഞ്ചം അല്ല, സംഭവം മനസ്സിലായി. അതല്ല ഞാൻ പറയാൻ വന്ന ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ രീതിയിലാണ് ആ സാധനം കൊണ്ട് ഇട്ടിട്ടുള്ളത്. സിനിമേന്റെ ടൈലന്റ് വരുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് സിനിമ തീർന്ന സമയത്ത് വേറൊരു സംഭവം ഇന്നതിലേക്ക് പോകുന്നു എന്നുള്ളത്. ആ ഒരു സംഭവം വെച്ചിട്ട് ഒരു സിനിമ ഇനി ചെയ്യില്ല എന്തായാലും, പക്ഷെ ചെയ്താല് ഞാൻ പല പ്രാവശ്യം ആലോചിച്ച് നോക്കിയതാണ്, മമ്മൂക്കി ഇല്ലാതെ അതെത്രത്തോളം അത് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനം. അതെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തുള്ള ലീഡിൽ വരുമ്പോൾ നമുക്ക് ഇഷ്ടം തന്നെയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. അതായത് മമ്മൂക്കി ഇട്ടു എന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് പറയാൻ പറ്റില്ല അത് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനത്തെ ഒരു സംഭവമാണ് കാണിച്ചിട്ട് പോയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ഇത് ചെയ്തു വെച്ച ഒരു ആ ഒരു ലെവലിലേക്ക് ചിലപ്പോ ഇതിന്റെ അപ്പുറമായിരിക്കും ഇനി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പോണ ഇതായിരിക്കില്ല. സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഭാഗം സാധ്യത ഇല്ല എന്ന് പറയുമ്പോഴും പലരും അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ ചിന്തിക്കുന്നുണ്ട് രണ്ടാം ഭാഗം ഉണ്ടാവുമോ എന്നുള്ളൊരു സംഭവം. അതായത് ബ്രഹ്മയുഗം, രോമാഞ്ചം, അതിനിടയിലുള്ള വേറെ സിനിമ, അതിനുശേഷമാണ് പുതിയ തലമുറയായിട്ട് വന്നിട്ടുള്ളത്. അതായത് അർജുന അശോകന്റെ ആ ക്യാരക്ടർ, അതായത് രോമാഞ്ചം എന്ന സിനിമയിൽ ആള് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ ഇതിൽ നിന്ന് നേരെ പോയി ചെയ്തുകൊണ്ടാണ്. അതായത് ആ ആളാണ് ഇതിലുള്ള പാണനാണ് ഇതില്, അവനാണ് ഇങ്ങനെ പ്രാന്താൻ കാണിച്ചു നടക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പറയാം അർജുന അശോകൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ നമ്മൾ പറഞ്ഞു മമ്മൂക്കേന്റെ നമ്മളെപ്പോഴും കുറച്ച് മോളിൽ പറയുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരുടെ ക്യാരക്ടറുകളുണ്ട് ഒരു രക്ഷയില്ല. ഇപ്പൊ സിദ്ധാർത്ഥ് ഭരതന്റെ മറ്റേ ഷസാം പറഞ്ഞ കറക്റ്റാണ്, എൻ കരളിൽ താമസിച്ച പാട്ടുപാടി നടന്ന ചെക്കനാണ് ഈ വന്ന് ചെയ്തേക്കുന്നത് വെച്ചാൽ സത്യം. കാരണം അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂക്കേന്റെ ഒപ്പം പിടിച്ച് അതിന്റെ അനുസരിച്ച് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്തു പോയിട്ടുമുണ്ട്. രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ വിജയിച്ച ആൾക്കാരാണ്. എന്തായാലും ഇതിലിപ്പോ തമിഴ് ഓഡിയൻസിന്റെ ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. ഇത് കാണുമ്പോൾ സിനിമ കാണാത്തവര് പറയും മലയാളികൾ ഇറക്കിയിട്ട് തമിഴില് പറയിപ്പിക്കുന്ന ആളോ കുറെ കമന്റ്സ് ഉണ്ട്. എല്ലാ തമിഴ് റെസ്പോൺസിനും താഴെ ഉണ്ടത് ഇതൊക്കെ മലയാളികളാണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ ഒരു
വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടില്ലേ, അതിന് താഴെ ഉണ്ട് ആ പെൺകുട്ടിനെ കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. പലർക്കും അത് എന്താണെന്നറിയോ, നമ്മൾ നല്ലതൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത് എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിന് എത്ര വലിയ മറ്റുള്ള ആൾക്കാരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കണ്ട് നല്ലതാണെന്ന് തോന്നിയാൽ നല്ലതെന്ന് പറയാൻ പഠിക്കണം, അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയണം. അതിന് സ്വന്തം നമുക്ക് ഓരോരുത്തരെ ഇഷ്ടമുണ്ടാകും, അവരുടെ ഇഷ്ടമുള്ളത് എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം. അതാണ് ആ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ കമന്റുകളും ഇങ്ങനത്തെ ഇടില്ല. ഈ കമന്റ് ഇടുന്നവരുടെ എണ്ണം വളരെ കുറവാണല്ലോ. ആ കമന്റ് ഇടുന്നവർ ഇപ്പൊ കാണുന്നവർ ഇപ്പോൾ 1,00,000 വ്യൂസ് ഒക്കെ ഉള്ളതിൽ 1000, 1500 കമന്റ്സ് ഒക്കെ ആയിരിക്കും അതിന് വരിക. അതെ, ഇപ്പോൾ ലൈക്കിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് അതിൽ 3 ലൈക്ക്, അതിന് കമന്റ്സ് വരുന്നത് വളരെ കുറവായിരിക്കുമല്ലോ. പക്ഷേ എല്ലാവരുടെ അഭിപ്രായം അതാണെന്നല്ല പറയുന്നത്. ഈ കമന്റ്സ് ഇടുന്നവരില്ലേ, ഇങ്ങനെ കമന്റ്സ് ഇടുന്നവര്, ഇതിപ്പോ മലയാളി തന്നെയാണോ എന്നുള്ള അവർക്ക് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്താണെന്നുള്ളത് ശരിയായ വലിയ ധാരണ അല്ല. അതായത് പുറത്ത് ഇവരെ കുറിച്ച്, അതായത് മമ്മൂട്ടി സാറിന്റെ ഇതുവരെ ഇല്ലാത്ത വേറെ രീതിയിലുള്ള അഭിനയം എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിയെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. സംശയം പോലെ അതെ, പറയുന്ന ആൾക്കാർക്കൊക്കെ കേരളത്തിൽ മാത്രമല്ല ഫാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലുള്ള ആൾക്കാർ മാത്രമൊന്നല്ല. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാള സിനിമകൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയ സമയമാണ്. എല്ലാ സിനിമ തമിഴ് ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് മലയാള സിനിമകൾ ഒരുപാട് കാണുന്ന ആൾക്കാരുള്ളതാണ്. എന്തിന് അതായത് CBI സീരീസിലെ ഒരു സിനിമ ഏറ്റവും കൂടുതൽ, അത് 150 ദിവസത്തിലേറെ അവിടെ ഓടിയത് ചരിത്രമുണ്ട് തമിഴ്നാട്ടില്. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്താണെങ്കിലും ഇവർ കൊടുത്ത ക്യാപ്ഷൻ രാക്ഷസ നടികർ, അതെ, അത് രാക്ഷസ നടികർ തന്നെയാണ്. സിനിമ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. സിനിമ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും പോയി കാണുക, അറിയാലോ, കാണുക, അഭിപ്രായം പറയാന്നല്ല, കാണുക, ഞെട്ടുക. അതെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കണ്ടോളുക, ഞെട്ടിക്കോളുക. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.